രാവിലെ എണീച്ചപ്പോൾ തൊട്ട് എന്തിനാണെന്നറിയാതെ ഒരു വെപ്രാളം എന്നെ അലട്ടാൻ തുടങ്ങി. എത്ര ശ്രമിച്ചിട്ടും ഒന്നും ശരിയാകാത്ത പോലെ. ദിയ, എന്താ നീ ചെയ്യുന്നേ? മതി, സമയം നോക്ക്. അനു കലുപ്പായതും ഞാൻ വേഗം എന്തൊക്കെയോ ചെയ്തു കൂട്ടി റൂം പൂട്ടി നടന്നു. കോളേജിലേക്ക് എത്തും തോറും സാറിൻ്റെ മറുപടി ആലോചിച്ച് ടെൻഷനാകാൻ തുടങ്ങി. അനു, എനിക്ക് പേടിയാവുന്നടി. ഓ എൻ്റെ ദിയ, ഇങ്ങനെ പേടിക്കല്ലേ, നീ വേഗം നടക്ക്, ദേ അവരെത്തി. ബാക്കിയുള്ളവരെ കണ്ടതും അനു എന്നെയും വലിച്ചുകൊണ്ട് വേഗം നടന്നു. ഇതെന്തു പറ്റി? ദിയക്കിന്ന് തീരെ വോൾട്ടേജ് ഇല്ലല്ലോ. അവിടെ ചെന്ന് ഇരുന്ന പാടെ കിച്ചേട്ടൻ അത് പറഞ്ഞതും എല്ലാവരും കൂടെ എന്നെ ഒരു നോട്ടം. ഞാനാണേ തല താഴ്ത്തി ഇരുന്നപ്പോൾ ഒക്കെ അനുവിന് നോക്കി. അനു നോക്കിയ മതി പറഞ്ഞ മതി എന്ന മട്ടിലായിരുന്നു. എല്ലാ കാര്യവും ഒറ്റയടിക്ക് പറഞ്ഞു കൊടുത്തു. ദിയ, അതിനാണോ ഇങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കണേ? അതൊക്കെ നമുക്ക് സെറ്റാക്കാലോ. ഇന്ന് സാറുണ്ടാകും, പോയി ചോദിക്കേ. സിദ്ധുവേട്ടൻ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കാൻ എന്നോണം പറഞ്ഞതും എനിക്ക് ഒരു സമാധാനമൊക്കെ ഫീൽ ചെയ്തു. സാറുണ്ട്, ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തന്നെ പറയണം കേട്ടല്ലോ. തലയിൽ ഒന്ന് കൊട്ടി അരുണേട്ടൻ പറഞ്ഞു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് മോളെ. ക്ലാസ്സിൽ പോയേ എന്നിട്ട് സാറിനോട് ചെന്ന് പറ. കിച്ചേട്ടൻ അതും പറഞ്ഞു വിട്ടു. അവിടെ നിന്ന് നേരെ ക്ലാസ്സിലേക്ക് പോയതും വീണ്ടും പേടിയാകാൻ തുടങ്ങി. സിത്തു, ദേ നോക്ക്, അവൾക്ക് പിന്നെയും പേടി. എൻ്റെ പേടി മനസ്സിലായപ്പോൾ കീർത്തി പറഞ്ഞു, ദേ പെണ്ണെ, വെറുതെ പേടിപ്പിക്കാതെ ഇരിക്കുക. സിത്തു അതും പറഞ്ഞ് തുറിച്ചു നോക്കിയതും അവൾക്ക് ഒന്ന് ഇളിച്ചു കൊടുത്തു. പെട്ടെന്ന് ക്ലാസ്സിലേക്ക് അൻവർ സാറ് വന്നതും എല്ലാവരും സാറിനെ നോക്കി എണീറ്റു. നിന്ന പാടെ സാറിൻ്റെ നോട്ടം കണ്ടതും നന്നായി ഒന്ന് ഇളിച്ചു കൊടുത്തു. അപ്പം തന്നെ സാറ് നോട്ടം മാറ്റി. നിലാവ് തഴിച്ചു വിട്ട കോഴിയെപ്പോലെ ഞാൻ സാറിനെ നോക്കി സ്വപ്നം കണ്ടിരുന്നു. സാറ് പോസിറ്റീവ് മറുപടി കൊടുക്കുമായിരിക്കുമല്ലേ ദിയയ്ക്ക്? ഹാ, കൊടുത്താൽ മതിയായിരുന്നു. ദിയ കുറേ കരഞ്ഞു എന്നല്ലേ അനു പറഞ്ഞത്? ഇനിയിപ്പോൾ നോ കൂടെ പറഞ്ഞാൽ അവൾക്ക് താങ്ങില്ല. ക്ലാസ്സിൽ സാറ് വരാത്തത് കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അരുൺ അത് ചോദിച്ചത്. ദിയ ഇപ്പോഴേ ആകെ സാഡാണ്. അല്ല കിച്ചു, നിനക്ക് കീർത്തിയെ സെറ്റാക്കാൻ അധികം ടൈമൊന്നും എടുത്തില്ലടാ? പെട്ടെന്ന് അരുൺ ചോദിച്ചപ്പോൾ ഞാനും കിച്ചുവിനെ നോക്കി. നോ, ഞാൻ ഐ ലവ് യു പറയേണ്ട താമസം ഉണ്ടായിരുന്നുള്ളൂ. ഐ ലവ് യു ടു എന്ന് പറയാൻ. അതിനും വേണം ഒരു ഭാഗ്യം. അനുവിനെ ഒന്ന് നന്നായി സ്മരിച്ചുകൊണ്ട് താടിക്കും കൈ കൊടുത്തിരുന്നു. അതെ, ഇഷ്ടം പോലും പറയാതെ നടക്കുന്ന ഈ പൊട്ടനേക്കാൾ ബെറ്റർ നീയാണ് സിദ്ധു. സോ നിനക്ക് എത്രയും പെട്ടെന്ന് മിങ്കിളാകാം. കിച്ചു അരുണിനെ ആക്കിയതും അവൻ നിന്ന് പല്ല് കടിച്ചു. ഗുഡ് മോർണിംഗ് ഓൾ. പെട്ടെന്ന് സാറ് വന്നതും ഞങ്ങൾ ഡീസൻ്റായി. ഇൻ്റർവെൽ വരെ സഹിച്ചിരുന്ന ക്ലാസ്സിൽ. അതും കഴിഞ്ഞതും ക്യാൻറ്റീനിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ പെൺപിള്ളേർ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വരൂ. ഞങ്ങളെ കണ്ടതും കീർത്തി വിളിച്ചു. അനു എന്നെ കണ്ടതും മൈൻഡ് ആക്കാതെ ബാക്കിയുള്ളവരോട് സംസാരിക്കാൻ തുടങ്ങി. അത് കണ്ട് ദേഷ്യം വന്ന് ചെയർ എടുത്ത് അവളുടെ അടുത്തങ്ങ് പോയിരുന്നു. അല്ല പിന്നെ, എണീക്കാൻ നിന്നതും പെണ്ണിൻ്റെ കൈ പിടിച്ച് എൻ്റെ കൈക്കുള്ളിലാക്കി അവളെ നോക്കി കണ്ണിറുക്കി കാണിച്ചതും പെണ്ണ് തുറിച്ചു നോക്കി. അപ്പോൾ ചുണ്ടുകൊണ്ട് കിസ് ചെയ്യുന്ന പോലെ കാണിച്ചതും പെണ്ണ് ഞെട്ടി തല വെട്ടിച്ച് നോട്ടം മാറ്റി. അത് കണ്ട് ചിരിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ നോക്കിയപ്പോൾ എല്ലാ കണ്ണും ഞങ്ങളുടെ നേരെ. എന്തോന്നാടേ ഇത്? അപ്പോൾ എല്ലാതും ചുമൽ കുപ്പി നേരെ ഇരുന്നു. അല്ല ദിയ, സാറിനെ കണ്ടില്ലേ? അരുണിന് അതറിയാൻ നല്ല ക്യൂരിയോസിറ്റിയാണ്. കാരണം വേറൊന്നുമല്ല, സിത്തുവുമായി ചെക്കൻ സെറ്റ് ആകാത്തോണ്ട് കപ്പിൾസ് എല്ലാം സെറ്റായി കാണുന്നത് ചെക്കനൊരു ഹാപ്പിനെസ് ആണ്. കണ്ടു, ചോദിച്ചില്ല. ഒരു മൂകഭാവത്തിൽ ദിയ പറഞ്ഞപ്പോൾ കിച്ചു അതെന്താ? അവൾക്ക് ചോദിക്കാൻ പേടിയാണത്രേ. നോ പറഞ്ഞാലോ സാറെന്ന് അവളെ ഒന്ന് ഇരുത്തി നോക്കി സിത്തു പറഞ്ഞു. ഇങ്ങനെ പേടിച്ചാലോ ദിയ? ഇഷ്ടാണെന്ന് പറയാൻ നിനക്കിത്ര പേടിയില്ലായിരുന്നല്ലോ. ഇനി സാർ എന്തു പറഞ്ഞാലും അത് മനസ്സിലാക്കി മുന്നോട്ട് പോണം. അരുൺ പറഞ്ഞപ്പോൾ അവൾ വെറുതെ ഒന്ന് മൂളി. കുറച്ചു നേരം കൂടെ എല്ലാവരും അവളെ മോട്ടിവേറ്റ് ചെയ്ത് വിട്ടു. ഉച്ചയായതും
ഇന്ന് അരുണിൻ്റെ വക മന്തി ഉള്ളതുകൊണ്ട് നേരെ കോളേജിന് പുറത്തുള്ള മന്തി ഫാമിലി എന്ന നല്ല പക്ക അടിപൊളി മന്തി കിട്ടുന്ന റെസ്റ്റോറൻറ്റിൽ പോയി. അടുത്തായോണ്ട് നടന്നാണ് പോയത്. ഓർഡർ ചെയ്തിരുന്നു. പെട്ടെന്നുണ്ട് സിത്തുവും അനുവും ദിയയും കീർത്തിയും കൂടെ വരുന്നു. അത് കണ്ടതും അരുണിൻ്റെ കിളി പോയി. ഹായ് അതും പറഞ്ഞ് എല്ലാവരും വന്നു. ഹായ് നിങ്ങളെന്തായി ഇവിടെ? അത് തന്നെ ഞങ്ങളും ചോദിച്ചേ. ഇളിച്ചുകൊണ്ട് സിത്തു പറഞ്ഞു. ആഹാ നിങ്ങൾ ഓർഡർ ചെയ്തായിരുന്നോ? സിത്തു നല്ല ഉത്സാഹത്തിലാണ്. ചെയ്തായിരുന്നു. അരുണിൻ്റെ കിളി മുഴുവൻ പോയെന്ന് വേണം പറയാൻ. ആണോ? എന്നാ ഞങ്ങളും പോയി പറഞ്ഞിട്ട് വരാം. എന്താ ഓർഡർ ചെയ്തത്? മന്തി. ചിരിച്ച് കഴിച്ചു പിടിച്ചുകൊണ്ട് കിച്ചു പറഞ്ഞു. ഓക്കെ സിത്തു. അതും പറഞ്ഞ് ചാടിത്തുള്ളിപ്പോയി. എല്ലാം കൂടെ പെട്ട അവസ്ഥയിൽ അരുണും. ഞങ്ങളോട് പറയാതെ വന്നതാണല്ലേ, വിടില്ല ഞങ്ങൾ. ദിയ ഞങ്ങളെ ചൂടിഞ്ഞു നോക്കി പറഞ്ഞതും സമ്മതിക്കത്തില്ല ഞങ്ങൾ. കീർത്തി ഒന്ന് കനപ്പിച്ച് പറഞ്ഞു. അല്ല പെട്ടെന്ന് എന്താ ഒരു മന്തി? അനു ചോദിച്ചതും ഞാനും കിച്ചുവും അരുണിനെ ഒന്ന് പാളി നോക്കി. അവൻ്റെ ഇരിപ്പ് കണ്ടപ്പോൾ ചിരി പൊട്ടി. ചിരിക്കാതെ കാര്യം പറയേട്ടാ. അപ്പോഴേക്കും സിത്തു എത്തി. അത് അരുണിനെ ഒരു പൂതി, ഞങ്ങൾക്കൊരു ട്രീറ്റ് തരണമെന്ന്. അപ്പോൾ അതങ്ങ് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നിഷ്കുവായി അരുണിനെ പാളി നോക്കി പറഞ്ഞപ്പോൾ അവൻ എല്ലാവരെയും പല്ലിളിച്ച് കാണിച്ചു. ഓഹോ ഞങ്ങൾക്ക് തരാൻ തോന്നിയില്ല അല്ല അരുണേട്ടാ? ദിയ പറഞ്ഞപ്പോൾ അരുൺ വീണ്ടും ഇളിച്ച്. ചെക്കൻ പെട്ടതുകൊണ്ട് ഇളി മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അല്ല നിങ്ങളെങ്ങനെ കണ്ടു ഞങ്ങളെ? ഞാൻ എൻ്റെ സംശയം ചോദിച്ചപ്പോൾ പെമ്പിള്ളാർ ഇളിച്ച് കാണിച്ചു. അത് ഞങ്ങൾ കൈ കഴുകാൻ വന്നപ്പോൾ ഉണ്ട് മൂന്നും കൂടെ ഗേറ്റ് ലക്ഷ്യം വെച്ച് നടക്കുന്നു. വിസിലടിച്ച് വിളിച്ചപ്പോൾ നിങ്ങൾ കേട്ടില്ല. അല്ല ഞങ്ങൾ ഇവിടേക്കാണെന്ന് എങ്ങനെ മനസ്സിലായി? അരുൺ ഇപ്പോൾ വാ തുറന്നു. അത് ബൈക്കില്ലാതെ മൂന്നും നടക്കുന്നത് കണ്ടപ്പോൾ തന്നെ കത്തി. എന്തിനാണെന്ന് സിത്തു ഇളിച്ചോണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓ ബ്രില്യൻറ്റ് എന്ന മട്ടിൽ തലയാട്ടി. സിത്തു എന്ന സുമ്മാവാ. കോളർ പൊക്കി സിത്തു കാണിച്ചതും അരുൺ കൈകുപ്പി കാണിച്ചു. അപ്പോഴേക്കും മന്തി എത്തി. പിന്നെ സംസാരം നിർത്തി കഴിക്കുന്നതിൽ ശ്രദ്ധിച്ചു. അങ്ങനെ അതും കാലിയാക്കി കൈ കഴുകി ഇരുന്നപ്പോൾ കീർത്തി, ഹൂ എന്താ ഒരു സുഖം. എൻ്റെ സിത്തു നീ ഇവരെ കണ്ടില്ലേൽ ഇത് മിസ്സായേനെ എന്നും പറഞ്ഞ് സിത്തുവിനെ നോക്കിയപ്പോൾ അനുവും ദിയയും സപ്പോർട്ട് ചെയ്തെന്ന മട്ടിൽ തലയാട്ടി. സിത്തുവിൻ്റെ ഇരുത്തം കണ്ടതും ചിരി വരാൻ തുടങ്ങി. പാവം അവൾ അറിയുന്നില്ലല്ലോ അവൾക്കുള്ള ചെലവാണിതെന്ന്. സിദ്ധുവേട്ടൻ എന്താ സിത്തുവിനെ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കി ചിരിക്കുന്നത്? എൻ്റെ ഇരുത്തം കണ്ടിട്ട് ദിയ ചോദിച്ചു. ഏയ് എൻ്റെ അനിയത്തിയുടെ ബുദ്ധി ആലോചിച്ച് ചിരിച്ചതാ ഞാൻ. അത് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ചിരിച്ചു. അപ്പോൾ അത് സിത്തുവിനെ ആക്കിയതാണെന്ന് പെണ്ണിന് മനസ്സിലായി. അവൾ കനപ്പിച്ച് നോക്കിയതും മേലോട്ട് നോക്കിയിരുന്നു. കഴിച്ച് ക്ഷീണം മാറിയതും അവളുമാർ പോകാമെന്ന് പറഞ്ഞു. അപ്പം ശരി ഞങ്ങൾ പോട്ടെ. ആ ഓക്കെ. അവർ പോയതും അരുൺ ഞങ്ങളെ ഒരു നോട്ടം. എന്താളിയാ? നഹീഹേ എൻ്റെ പെണ്ണായിപ്പോയില്ലേ ബുദ്ധിജീവി. കൂടുതലൊന്നുമേ സൊല്ലുന്നില്ല. ആ അന്തസ്. പെമ്പിള്ളാരെ സപ്പോർട്ട് നമുക്ക് ആവശ്യം വരും. അവരുടെ കൂടെ മിഷനിൽ പങ്കെടുത്തിയാലോ? കിച്ചു വലിയ കാര്യത്തിൽ പറഞ്ഞതും അരുൺ നിഷ്കുവായിരുന്നു. ആമ്പിള്ളാരുടെ അടുത്തുനിന്ന് നേരെ ക്ലാസ്സിലേക്ക് ചെന്നിരുന്നു. കഴിച്ചതിൻ്റെ നല്ല ക്ഷീണമുള്ളതുകൊണ്ട് നേരെ ചെന്ന് ബെഞ്ചിൽ കിടന്നു. ഞങ്ങൾ നാലും കൂടെ. ഹോ വയറൊക്കെ വീർത്തു. കുറേയായി മന്തി കഴിച്ചിട്ട്. അതുകൊണ്ട് നല്ല തട്ടലും തട്ടി. ദിയാ വയറ് തടവിക്കൊണ്ട് പറഞ്ഞു. ഹാ എന്തായാലും നല്ല അടിപൊളി മന്തിയായിരുന്നു അല്ലേ? ആ സെറ്റ്. ഞാൻ അതും പറഞ്ഞ് നിവർന്ന് കിടന്ന്. ക്ലാസ്സിൽ കുറച്ച് ഗേൾസ് മാത്രമേ ഉള്ളൂ. ബോയ്സൊക്കെ പോയതുകൊണ്ട് സുഖമായി കിടക്കാം. ഞങ്ങൾ മാത്രമല്ല ഓരോരുത്തർ ഓരോ ബെഞ്ചിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ദിയ എപ്പോഴാ സാറിനെ കാണാൻ പോകുന്നേ? കീർത്തി പറയുമ്പോഴാണ് എനിക്ക് അതിനെക്കുറിച്ച് ഓർമ്മ വന്നത്. അപ്പോൾ ദിയയുടെ മറുപടിക്കായി അവളെ നോക്കി. നെക്സ്റ്റ് അവർ കട്ട് ചെയ്ത് സാറിനെ കാണാം. അപ്പോൾ സാറിന് ക്ലാസ്സില്ലേ? ഇല്ലടാ ഞാൻ പ്രൊപ്പോസ് ചെയ്തതും ഈ ദിവസമാണ്. സോ നെക്സ്റ്റ് പീരീഡ് സാറ് വെറുതെ ഓഫീസ് റൂമിൽ ഇരിപ്പാകും. ആഹാ അപ്പം സെറ്റ്. ഞങ്ങളെയും കട്ട് ചെയ്താലോ? സിത്തു പെട്ടെന്ന് പറഞ്ഞതും ദിയ അപ്പം തന്നെ വേണ്ടെന്ന് പറഞ്ഞു. എന്താടി? ദിയ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കീർത്തി കലിപ്പായി. എല്ലാവരും കൂടെ വന്ന് എൻ്റെ ഉള്ള കോൺഫിഡൻസ് കൂടെ കളയാനല്ലേ? ഞങ്ങൾ നിൻ്റെ ഭാഗത്തേക്കേ വരുന്നില്ല. പോരെ ഞങ്ങൾ മരച്ചുവീട്ടിലോ ക്യാൻറ്റീനിലോ ചെല്ലും.
സിത്തു പറഞ്ഞതും വേണ്ട മോളെ, അവൾ പോയി കാര്യം നടത്തി വരട്ടെ, നമുക്ക് ക്ലാസ്സിലിരിക്കാം. അല്ലേലേ നല്ല പേരാണ്, സാറുമാരുടെ ഇടയിൽ ഇനിയും അത് കൂട്ടണ്ട. ഞാൻ പറഞ്ഞതും കീർത്തിയും സിത്തുവും ഒരു ഒഴുക്കൻ മട്ടിൽ ഓ എന്ന് പറഞ്ഞ് ബെഞ്ചിൽ തല വെച്ച് കിടന്നു. അപ്പോൾ പിന്നെ ഞാനും അങ്ങനെ കുറച്ചു നേരം കിടന്നു. ബെല്ലടിച്ചതും ബോയ്സ് ഒക്കെ ക്ലാസ്സിൽ ലാൻഡി. അപ്പോൾ എല്ലാവരും എണീക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പോയി. സാറ് പോസിറ്റീവ് മറുപടി തരാൻ ദുആ ചെയ്തു. ദിയ വേഗം എണീറ്റ് അതും പറഞ്ഞു പോയി. ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയതും സാറുണ്ട് ക്ലാസ്സിലേക്ക് പോകുന്നു. ജസ്റ്റ് മിസ്. ഞാൻ ഇറങ്ങിയത് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ തിരിച്ച് ക്ലാസ്സിൽ കയറ്റിയാനെ. നല്ല പേടിയുണ്ട്. സാറിലേക്ക് അടുക്കും തോറും ഹൃദയമിടിപ്പ് എൻ്റെ കാതിൽ കേൾക്കാം. ഓഫീസ് റൂമിൽ പോയതും സാർ ഒറ്റയ്ക്കുണ്ടായിരുന്നുള്ളൂ. അത് സമാധാനമായി തോന്നി. ഒന്ന് ശ്വാസം ആഞ്ഞു വലിച്ച് വിട്ട് നേരെ സാറിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നു. ആള് ബുക്ക് എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എന്നെ കണ്ടതും സാർ ഒന്ന് നോക്കി, വീണ്ടും ബുക്കിലേക്ക് തന്നെ നോക്കിയിരുന്നു. അത് കണ്ടതും എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു. പിന്നെ ആവശ്യം എൻ്റെ ആയതുകൊണ്ട് ക്ഷമിച്ചങ്ങ് നിന്നു. സാർ, ഞാൻ മെല്ലെ വിളിച്ചപ്പോൾ സാർ ബുക്ക് അടച്ച് ടേബിളിൽ വെച്ച് കൈ ഒന്ന് നേരെയാക്കി സ്റ്റഡി ആയിരുന്നു. പറയാനുള്ളത് പറഞ്ഞ് വേഗം പോയി താന്ന് പറയുന്ന പോലെ തോന്നി എനിക്ക്. അത് കണ്ടപ്പോൾ ഉള്ള കോൺഫിഡൻസ് കൂടെ പോയി കിട്ടി. എനിക്കൊരു കാര്യം ഞാൻ പറഞ്ഞു തുടങ്ങിയതും സാർ പെട്ടെന്ന് എണീറ്റ് അത് കണ്ടപ്പോൾ അറിയാതെ പേടി കൂടി. സാർ എണീറ്റ് പുറത്തേക്ക് നടന്നതും ഞാൻ ഒന്ന് ഞെട്ടി അവിടെ തന്നെ സ്റ്റക്കായിപ്പോയി. പുറത്തേക്ക് ഇറങ്ങിയ സാർ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നെ കാണാത്തത് കൊണ്ട് ആകാം തിരിഞ്ഞു നോക്കി വരാൻ പറഞ്ഞു. യാന്ത്രികം എന്നോണം സാറിന് പിന്നാലെ ചുവട് വെച്ചു. വരാന്തയിൽ ചാരി നിന്നതും ഞാൻ അടുത്തു പോയി നിന്നു. ഇനി പറ, അവിടെ ക്യാമറയുണ്ട്, വെറുതെ എന്തിനാ പ്രിൻസിയെ കൊണ്ട് പറയിപ്പിക്കുന്നത്? രണ്ടും കൈയും കെട്ടി നിന്ന് അത് പറഞ്ഞപ്പോൾ ഞാൻ ധൈര്യം സംഭരിച്ച് ഒറ്റയടിക്ക് കാര്യം ചോദിച്ചു. അന്ന് ഞാൻ സാറിനോട് സീരിയസ് ആയിട്ടാണ് ഇഷ്ടമെന്ന് പറഞ്ഞത്. സാറ് അത് അങ്ങനെ തന്നെ എടുക്കുമെന്ന് വിചാരിക്കുന്നു. എനിക്കൊരു പോസിറ്റീവ് മറുപടി തരുമോ? ഞാൻ പറഞ്ഞു നിർത്തിയതും ആൾ എൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ദിയ, ഞാൻ നിന്നെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. കാരണം ഞാൻ പറയാതെ തന്നെ നിനക്കറിയാം. ക്ലാസ്സിൽ നീ എങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന്. നീ എന്നെ നോക്കുന്നത് ഞാൻ നിൻ്റെ അധ്യാപകനായിട്ടല്ല. സോ അതെനിക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ നിൻ്റെ സാറാണ്. അതിൽ കവിഞ്ഞ ഒരു ബന്ധവും നമുക്കിടയിൽ ഉണ്ടാവില്ല. ഇപ്പോൾ നിനക്ക് തോന്നുന്നത് വെറും ഇൻഫാക്ച്വേഷനാണ്. വേണ്ട സാർ, ഇനിയൊന്നും പറയണ്ട. സാറിൻ്റെ മറുപടി അറിയണമെന്നായിരുന്നു അതിനാ വന്നത്. അതെനിക്ക് കിട്ടി, മതി. വേറെ ഒന്നും പറയണ്ട. പിന്നെ ഇൻഫാക്ച്വേഷൻ തോന്നൽ, ഞാൻ 10-15 വയസ്സുള്ള കുട്ടിയല്ല. എൻ്റെ പ്രണയം അത് കളങ്കമില്ലാത്തതാണ്. എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ പ്രണയത്തിൽ. എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ലായിരുന്നു. വിതുമ്പിപ്പോയി. ഞാൻ കരയില്ലെന്ന് വിചാരിച്ചുവെങ്കിലും ആ നിമിഷം കണ്ണ് നിറഞ്ഞൊഴുകി. ഞാൻ സാറിനെ മറ്റൊരു തരത്തിലും ശല്യപ്പെടുത്തിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ക്ലാസ്സിൽ നോക്കുന്നത് ഒഴിച്ച് ഇനി ഞാൻ മറന്നോളാമെല്ലാം. എനിക്ക് തൊണ്ടക്കുഴിയിൽ എന്തോ വെച്ച് അടച്ച പോലെ ശബ്ദം പുറത്തേക്ക് വരാതെ കണ്ണീർ ഒഴുകിക്കൊണ്ടേയിരിക്കുവാണ്. കണ്ണ് അമർത്തി തുടച്ച് വീണ്ടും സാറിനെ നോക്കിയതും ഇതെല്ലാം കണ്ട് സാറ് ആകെ അന്താളിച്ച് നിൽപ്പാണ്. ദിയ, കരയാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ നിനക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കുട്ടികൾ ശ്രദ്ധിക്കും ദിയ. സാർ അത് പറഞ്ഞപ്പോൾ ചുണ്ട് കൂട്ടിപ്പിടിച്ച് തലയാട്ടി കണ്ണീരിനെ ഷാള് കൊണ്ട് ഒപ്പിയെടുത്തു. എനിക്ക് എല്ലാം മനസ്സിലായി. ഞാൻ സ്നേഹിച്ചത് ഉള്ളു കണ്ട് തന്നെ, അതിൽ സംശയിക്കരുത്. അത്രയും പറഞ്ഞു നിർത്തി വേഗം അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു. ഹൃദയത്തിൽ എന്തോ കൊളുത്തി വലിക്കും പോലെ വേദന ഉണ്ടെന്ന് തോന്നി എനിക്ക്. കാലിടറി വീഴുമെന്ന് തോന്നിയതും തൂണിൽ ചാരി നിന്നു. പിന്നെ വേഗം വാഷ്റൂമിലേക്ക് ഓടി. മുഖം കഴുകിക്കൊണ്ടേയിരുന്നു. കണ്ണീരിന് മുകളിലൂടെ വെള്ളം ഒലിച്ചുകൊണ്ടേയിരുന്നു. എത്ര ശ്രമിച്ചിട്ടും കരയാതിരിക്കാൻ പറ്റുന്നില്ല. സാർ എന്തു പറഞ്ഞാലും അത് മനസ്സിലാകുമെന്ന് ഞാൻ എനിക്ക് തന്നെ ഉറപ്പ് കൊടുത്തതാ. ഇപ്പോൾ അതിന് പറ്റാത്ത പോലെ. പൈപ്പ് തുറന്നിട്ട് മുഖം കഴുകിക്കൊണ്ടേയിരുന്നു. ആകെ നനഞ്ഞു, ഷാളും ഡ്രസ്സും ഒക്കെ. അവസാനം അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞ് മനസ്സിലുള്ളത് എല്ലാം കരഞ്ഞു തീർത്തു. ഹോസ്റ്റലിൽ പോയാലോന്ന് ആദ്യം തോന്നി. പിന്നെ അവരെ ടെൻഷൻ അടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. മുഖത്ത് ഒരു നിറമില്ലാത്ത ചിരി ചിരിച്ചെന്ന് വരുത്തി മരച്ചുവട്ടിൽ പോയിരുന്നു.